ആഹാ, ഇവിടെ വന്നിരിക്കുവായിരുന്നു. ഇവക്കെന്ത് പറ്റി? എന്ത് പറ്റി? മോനെ ഫുൾ എ പ്ലസ് കിട്ടാത്തതിന്റെ വിഷമത്തിലാണോ? അതൊന്നും അല്ല. ആ പെണ്ണുമ്പിളെ എന്നെ രാവിലെ ഫോൺ വിളിച്ച്. ആര്? ആ രമണി. കർത്താവേ, രമണിയ? എന്തിന്? അവരുടെ മോന് ഫുൾ എ പ്ലസ് കിട്ടി പോലും. അതിന് ഞാനെന്താ വേണം? അതായിരുന്നു. അത് സാരമില്ലടി. രമണിയുടെ മോൻ നന്നായിട്ട് പഠിച്ചത് കൊണ്ട് അവന് ഫുൾ എ പ്ലസ് കിട്ടി. നമ്മുടെ മോൻ കുറച്ച് ഉഴപ്പിയത് കൊണ്ട് മാർക്ക് ഇച്ചിരി കുറഞ്ഞു. നിങ്ങൾ എന്തോന്ന് പറഞ്ഞിട്ടാ മനുഷ്യ പറയുന്നത്? നമ്മുടെ കൊച്ചു 24 മണിക്കൂറും പഠിത്തമല്ലായിരുന്നു. നിങ്ങൾ കണ്ടിട്ടില്ലയോ? മനഃപൂർവ്വം സാർമാരെ അവന് മാർക്കിട്ട് കൊടുക്കാഞ്ഞത്. അങ്ങനെയൊക്കെ സംഭവിക്കും. സാർമാരെ ഉണ്ടല്ലേ, രമണി പോയി കണ്ടിട്ടാ. അതുകൊണ്ട് അവളുടെ മോന് മാർക്കിട്ട്. അല്ലാതെ പഠിച്ചിട്ടൊന്നും അല്ല. എനിക്ക് വേറൊരു കാര്യത്തിൽ ബലമായ സംശയമുണ്ട്. എന്ത് സംശയം? അതെ, പുതിയ സർക്കാരിൽ ഇപ്പം ഭരണം. അവരെങ്ങനെ അവള് പോയി സ്വാധീനിച്ചതാണോ? പുതിയ സർക്കാരിനെയൊക്കെ സ്വാധീനിക്കാൻ പറ്റുമോ? പുതിയ സർക്കാരിനെയാണോ പഴയ സർക്കാരിനെയാണെന്നും എനിക്കറിയത്തില്ല. അവൾ ആരെയോ സ്വാധീനിച്ചിട്ടുണ്ട്. അല്ലാതെ അവളുടെ മോന് ഇത്രയും മാർക്കൊന്നും കിട്ടത്തില്ല. ഒരു മാറ്റവും ഇല്ല. രമണി അല്ലേ ആള്. അവൾ എന്തും ചെയ്യും. ദൈവമേ, അടുത്ത ആഴ്ച കുടുംബശ്രീക്ക് ഇനി എന്തെല്ലാം പൊങ്ങലുകൾ കേൾക്കണം അവളുടെ മോനെ പറ്റി. ഓ, മനുഷ്യ അവളെന്നെ മനഃപൂർവ്വം കളിയാക്കാനാ വിളിച്ചത്. ഇതിനിപ്പോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ചെയ്യാനൊക്കെ പറ്റും. ഞാൻ പറയുന്ന പോലെ അങ്ങ് ചെയ്താൽ മതി. നിങ്ങൾ ആ ഫോൺ എടുത്ത് അവളെ ഒന്ന് വിളിച്ചിട്ട് പറയണം നമ്മുടെ കൊച്ചിന് 8 A+ ഉണ്ടെന്ന്. 8 A+? 6 വിഷയമല്ലേ ഉള്ളൂ. 6 വേണ്ട, ഒട്ടും കുറയ്ക്കണ്ട. 8 തന്നെ ഇരിക്കട്ടെ. അവളുടെ ആങ്കാരം ഒന്ന് കുറയട്ടെ. അത്ര കൊള്ളത്തിലല്ല. അവക്കടെ മോനെ 6 ഉണ്ടെങ്കിൽ നമുക്ക് 8 ഇരിക്കട്ടെ. ഇന്ന ഇപ്പൊ എടുത്ത് വിളി. ഇന്ന വിളിക്കണോടി? വിളിക്കണം. അങ്ങനെങ്കിൽ നിങ്ങളെ കൊണ്ടൊരു ഉപകാരം ഉണ്ടാവട്ടെ. നീ വിളിച്ചങ്ങ് പറഞ്ഞാ പോരെ, നിങ്ങൾ തന്നെ വിളിച്ചു പറയണം. രമണിയുടെ നമ്പർ അറിയത്തില്ലല്ലയോ? അറിയാം. സ്പീക്കർ ഇട്ട് വേണം വിളിക്കാൻ. ഞാനിവിടെ കേക്കട്ടെ. ഹലോ ചേട്ടാ, എന്തുണ്ട് വിശേഷം? മോന്റെ റിസൾട്ട് വന്നല്ലേ? മാർക്ക് കുറവാണല്ലേ? ഞാൻ അറിഞ്ഞു. ഇവിടെ എന്റെ മോന് ഫുൾ A+. പൂതന അവിടെ ഇല്ല അല്ലേ? അവളുണ്ടെങ്കിൽ ചേട്ടൻ വിളിക്കത്തില്ലെന്ന് എനിക്കറിയാം. എന്നാലും എന്റെ ചേട്ടൻ ആ രാക്ഷസിയുടെ കൂടെ എങ്ങനെ ജീവിക്കുന്നു? കഷ്ടം. പിന്നെ ചേട്ടാ, നാളെ വൈകിട്ട് എന്റെ വീട്ടിലൊന്ന് വരണേ. പറ ചേട്ടാ. ഇതൊക്കെ പറഞ്ഞു തന്നെ ചേട്ടൻ വന്നേക്കുന്നു.